ഒരു 6-7 പേരുടെ പണി ഒരു ദിവസം നമുക്ക് 3 പേർക്ക് തീർക്കാൻ പറ്റും. എന്തോരം വെയിറ്റ് നമുക്ക് ഇത് 600 കിലോ. 600 കിലോ വെയിറ്റ് 600 കിലോയുടെ ആണ് ഇതിന്റെ കപ്പാസിറ്റി. ഓ ശരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കി കമ്പളിക്കടുത്ത താന്തിക്കൽ എഞ്ചിനീയറിംഗ് വർക്സിലാണ്. കാർഷികോപകരണങ്ങൾ, വിവിധ തരത്തിലുള്ള ഡ്രയറുകൾ ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ശ്രീ സജിയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത്. സജി ഒരു പുതിയ ക്രെയിൻ, ഒരു മിനി ക്രെയിൻ നിർമ്മിച്ചിരിക്കുകയാണ്. സജി നമസ്കാരം. നമസ്കാരം. ഇപ്പോ എന്താണ് ഈ ക്രെയിനിന്റെ ഒരു ഉപയോഗം? ഇത് ഈ കിണറൊക്കെ കുത്താൻ വേണ്ടിയിട്ട് നമ്മള് ഉപയോഗിക്കുന്ന മണ്ണെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. കിണർ കുത്തി അതിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഇതുവഴി കയറ്റി ഇങ്ങനെ ഇതവിടെ ചാക്കി കെട്ടി, ചാക്കോ കൊട്ടയോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊളുത്താണ്. ഇപ്പൊ നമ്മളിപ്പോ വെയിറ്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ചുമ്മാ ഒരു ഇത് കൊടുത്തിരിക്കുന്നതാണ്, എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി. എന്നിട്ട് അത് നമ്മള് കോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വരും. അത് നമുക്ക് എത്ര അടി താഴ്ചയെന്നും നമുക്ക് ഇത് ഏതാണ്ടൊരു 10-200 അടിയോളം വരുന്ന റോപ്പ്. അപ്പൊ എന്തൊക്കെ ജോലികൾ നമുക്ക് ഇതുകൊണ്ട് ലഘൂകരിക്കാം? ഇത് നമുക്ക് ലോഡ് കയറ്റാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ കിണർ കുത്തുവാണെങ്കിൽ കിണറിന്റെ അകത്തുനിന്ന് മണ്ണ്, കല്ല്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിന്റെ അകത്തുനിന്ന് എത്ര അടി താഴ്ചയിൽ വേണേലും നമുക്ക് ഈ റോപ്പിന്റെ നീളം അനുസരിച്ച് നമുക്ക് ഇത് എത്രത്തോളം നീളമുണ്ട്? 150 അടി നീളമെങ്കിലും കാണും. 150 അടി നീളമെങ്കിലും ഉണ്ട്. 150 അടി താഴ്ചയിൽ നിന്ന് നമുക്ക് കല്ലായാലും മണ്ണായാലും ഇപ്പൊ കിണർ കുത്തുന്നവർക്കാണ് ഏറ്റവും ഉപകാരം. ഏറ്റവും ഉപകാരം കിണർ കുത്തുന്നവർക്കാണ്. അവരിപ്പോ ഒരു 6 പേര് പണിയേണ്ട ഒരു പണിയാണ് നമുക്കൊരു 3 പേർക്ക് തീർക്കാൻ പറ്റും. കിണറിനകത്ത് ഒരു 2 പേര് മതി. പിന്നെ ഒരാൾക്ക് ഇത് നമുക്ക് നിയന്ത്രിക്കാൻ ഇത് ഒരാൾ മതി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ പറ്റും. തിരിച്ച് അവിടുന്ന് ഇപ്പൊ അവിടെ കിണറാണെങ്കിൽ അവിടുന്ന് മണ്ണെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സൈഡിലൊക്കെ ഇടാം. എവിടെ വേണമെങ്കിലും ഇത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ തിരിച്ച് അവിടെ ഇടാം. അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് താത്തി കഴിയുമ്പോൾ കൊട്ടയായിരിക്കും. കൊട്ടയ ചേളാങ്ക് പോലെയുള്ള സംഭവം. എന്തോരം വെയിറ്റ് നമുക്ക് ഇത് 600 കിലോ. 600 കിലോ കിലോയുടെ ആണ് ഇതിന്റെ കപ്പാസിറ്റി. അപ്പൊ ഇത് ആർക്ക് വേണ്ടിട്ട് നിർമ്മിച്ചതാണ്? ഇവിടെ അടുത്ത് ഈ കിണറിന്റെ ഒക്കെ പണി ചെയ്യുന്ന ഒരാൾക്ക് ഈ എത്തലിയിലെ ബിജു പറഞ്ഞ ഒരാൾക്കാണ്. ബിനു അല്ലെ? ബിനു വേണ്ടി നിർമ്മിച്ചതാണ്. ഇത് എത്ര നാൾ കൊണ്ടാണ് ശ്രീ സജി നിർമ്മിച്ചത്? ഇത് ഒരു 2 ആഴ്ച കൊണ്ട്. ഇത് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉള്ളത്? ആദ്യം ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഒരു ബേസ്. ഇതെല്ലാം നമുക്ക് ബേസിൽ നമുക്ക് ഇതെല്ലാം അഴിച്ച് മാറ്റാൻ രീതിയിൽ 3 പീസാക്കാം. ഈ ഭാഗം ഒരു പീസ്, പിന്നെ ഇതൊന്ന്, ഇത് 2. അപ്പൊ നമുക്ക് എവിടെ വേണേലും നമുക്ക് വണ്ടിയിലേക്ക് പോലും ആളുകൾക്ക് ആയിരുന്നാലും കൊണ്ടുപോകാൻ പറ്റും. ഇത് അഴിച്ച് നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എവിടെ ഗതാഗത സൗകര്യം ഇല്ലെങ്കിൽ പോലും നമുക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ വൈദ്യുതി വേണം അല്ലേ? വൈദ്യുതി ഉണ്ടെങ്കിൽ വൈദ്യുതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ അകത്ത് ഒരു 1000 കിലോ കപ്പാസിറ്റി ആണ് ഇതിന് കമ്പനി പറയുന്നത്. ഈ മോട്ടറിന്റെ കപ്പാസിറ്റി 1000 കിലോ കയറുന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു 600-700 കിലോ വരെ കയറ്റി ഇതിന്റെ അകത്തുനിന്ന് കല്ലെടുത്ത് കയറ്റി. അത് നോക്കിയിട്ടില്ല. അതിനുള്ള ലോഡേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്രത്തോളം സംവിധാനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപ ചെലവ് വരും സജി? ഇത് മോട്ടറിന് മോട്ടർ ഒരു 18000 രൂപ മോട്ടറിന് വരും. മോട്ടർ ഈ സംവിധാനം മൊത്തത്തിൽ ഒരു 30,000 രൂപ അടുത്ത് തീരും. ഇരുമ്പ് പണിക്കൂലി ഇതിനെല്ലാം കൂടി ഒരു 10-30,000 നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോ മനുഷ്യന്റെ ജോലി ഭാരം ലഘൂകരിക്കാനായിട്ട് കഴിയുന്ന പിന്നെ ഇതിന്റെ കപ്പാസിറ്റി അനുസരിച്ച്, ഇതിന്റെ വലുപ്പത്തിന്റെ അനുസരിച്ച് വില വ്യത്യാസം വരും കേട്ടോ. ലോഡ് 1000 കിലോ കപ്പാസിറ്റി വരുന്ന ഒരു മെഷീൻ ആണെങ്കിൽ അതിന്റെ റേഞ്ച് വ്യത്യാസം വരും. ഇത് 600 കിലോ ആണോ? ഇത് മാക്സിമം 600 ആണ്. 600 കിലോ ആണ്. അപ്പൊ ഇത് ലോഡ് കൂടുന്നതനുസരിച്ച് ഇതിനൊക്കെ മാറ്റം വരും. ലോഡ് കൂടുന്നതനുസരിച്ച് ബേസിന് ഇതിന്റെ ലോഡിങ് കൊടുക്കാനുള്ളത്. പിന്നെ ഇത് നമുക്ക് ഇതൊരു 9 അടി നീളമാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 10-12 അടിയും കൂടെ നീട്ടാം. ഇവിടെ നമ്മള് പറയുന്ന വെച്ചിട്ട് ചാക്ക് കെട്ട് മണ്ണ് എന്തായാലും നിറച്ചിട്ട് അവിടെ ലോഡ് കൊടുക്കണം. ഇപ്പൊ ഇത്രയും ലോഡ് അവിടെ വരുമ്പോഴത്തേന് നിൽക്കാനുള്ള കപ്പാസിറ്റി. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഇടണം. ഇവിടെ 10 അടി നീളത്തിൽ ഇങ്ങനെ ഒരു പൈപ്പ് ഇടും. ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയില്ല. എന്നിട്ട് അവിടെ ഒരു 4 ചാക്ക് കെട്ട് അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാല് പിന്നെ അവിടെ അനങ്ങത്തില്ല. പിന്നെ മണ്ണാണെങ്കിലും ചാക്കിന്റെ അകത്തേക്ക് മണ്ണ് നിറക്കണം. മണ്ണ് നിറച്ചിട്ട്
ഒരു 6 ചാക്ക് അതിന്റെ മേളിൽ അങ്ങ് വെക്കുവാണെങ്കിൽ അവിടെ ലോഡായി, പിന്നെ അത് മറിയത്തില്ല. സജി എന്തെല്ലാം യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരത്തില്? നമ്മള് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ട് പിന്നെ ഈ ഡ്രയറിന്റെ പണികളാണ് മെയിനായിട്ടും കൂടുതലും വരുന്നത്. ഈ ജാതിക്ക, ഈ ഏലക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി. അടുത്ത ഒരെണ്ണം ഈ കുടൽക്കിണറിന്റെ അകത്തുനിന്ന് ഈ മോട്ടർ പൊക്കുന്ന ഒരു സംഭവം ചോദിച്ചിട്ടുണ്ട്. അത് ഇനി അടുത്ത ഒരെണ്ണം അത് സെറ്റ് ചെയ്യണം. അത് കുടുങ്ങി കിടക്കൂലേ മോട്ടറൊക്കെ ഇതിന്റെ ഉള്ളില്, അപ്പൊ അത് പൊക്കാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എന്തായാലും ഈ മിനി ക്രെയിൻ കൊണ്ടുള്ള ഉപകാരം, ഏറ്റവും കൂടുതൽ ഉപകാരം നമുക്ക് കിണറിൽ നിന്ന് മണ്ണ് കോരുക എന്നുള്ളതാണ് അല്ലേ? അതായത് അധ്വാനത്തെ നമുക്ക് ഒരു 3 ഇരട്ടി മനുഷ്യാധ്വാനത്തെക്കാൾ എത്ര 3 ഇരട്ടിയിലും മേളില് നമുക്ക് ഗുണം ചെയ്യും. അതായത് 6 പേര് പണിയെടുക്കുന്നിടത്ത് ഈ യന്ത്രം ഉണ്ടെങ്കിൽ 6 പേരുടെ പണി ഈ യന്ത്രം. ഇത് മണിക്കൂറിൽ 60 കൊട്ട മണ്ണ് കയറും. ഒരു മണിക്കൂറിൽ 60 കൊട്ട. 60 കൊട്ട എന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ കൊട്ടയില്ലേ, റബ്ബർ കൊട്ട, അത് കൂട്ട് 5 കൊട്ട മണ്ണ് ഒരു കൊട്ടയ്ക്കകത്ത് കൊള്ളുന്ന അത്രയും മണ്ണാണ് കയറി വരുന്നത്. അപ്പോൾ ഒറ്റ ലോഡിൽ ഇത് കയറി വരുന്നത്, ഇറങ്ങും കയറി വരുന്നത്. അതായത് നമ്മൾ ആ ഒരു കൊട്ടയ്ക്കകത്ത് 4 കൊട്ട 5 കൊട്ട മണ്ണ് നമ്മൾ ഒന്നിച്ച് ഒരു കൊട്ടയിലാക്കിയിട്ട് അത് കയറി വരും. അത് ആ രീതിയിൽ മണിക്കൂറിൽ 60 കൊട്ട എടുക്കാം. ഇത് ഗിയർ മോട്ടറാ, ഗിയർ അതിന്റെ അകത്ത് ഗിയർ ടൈപ്പ് മോട്ടറാ. മോട്ടറിന് മാത്രം 18,000 രൂപ. 18,000. പിന്നെ ഇതിന്റെ ആംഗ്ലർ പണി എല്ലാം കൂടെ, പിന്നെ ഇതിന്റെ ഹെവി അനുസരിച്ച് വിലയിൽ മാറ്റം വരും. എന്താ സി ചാനല്, ആംഗ്ലർ, പൈപ്പ് ഇതൊക്കെയാണ്. ആ ചെറിയ പീസ് നമുക്ക് വലിച്ചു നീട്ടാം. ഈ ബോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ നീണ്ടു വരും. അപ്പോൾ ഒരു കുഴിക്ക് ഇത് നമ്മൾ കിണറിന്റെ കരയ്ക്കാണ് ഇത് വെക്കുന്നത്. വെച്ചിട്ട് നമ്മൾ കിണറിന് നമുക്ക് ചുറ്റിനും മണ്ണിടാൻ പറ്റും. അങ്ങനെ എത്രത്തോളം റൗണ്ട് ചെയ്യുന്ന ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾ മതി. പിന്നെ ഈ മണ്ണ് കിണറിനകത്ത് 2 പേര് വേണം. മൊത്തം 3 പേര് മതി. മൊത്തം 3 പേര്. ഇതിപ്പോ മണ്ണെടുത്ത് മാറ്റാനും ഇത് ഓപ്പറേറ്റ് ചെയ്യാനും ഒരാൾക്ക് തന്നെ എടുത്ത് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഇത് താത്തി കഴിയുമ്പോൾ അതിന്റെ കുടുക്ക് തന്നെ അഴിഞ്ഞോളൂ. ഈ കൊട്ട തന്നെ അപ്പം മണ്ണ് അവിടെ വീഴും. എന്നിട്ട് അത് തന്നെ കിണറിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് അവര് അടുത്ത മണ്ണ് കയറി വരുമ്പോൾ നമുക്ക് അങ്ങനെ മൊത്തം 3 പേര് മതി. ഒരു 6-7 പേരുടെ പണി ഒരു ദിവസം നമുക്ക് 3 പേർക്ക് തീർക്കാൻ പറ്റും. ഇപ്പൊ എന്തായാലും മനുഷ്യന്റെ അധ്വാന ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് സജി നിർമ്മിച്ചിട്ടുള്ള ഒരു സംവിധാനമാണിത്. ഇത് ഒരുപാട് ആളുകൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകും. നമുക്ക് ഒരു 6 പേരുടെ ജോലിഭാരം നമുക്ക് ഒരു 2 പേരിൽ കുറയ്ക്കാൻ പറ്റും അല്ലേ? 6 പേര് പണിയെടുക്കുന്നിടത്ത് നമുക്ക് 6 പേര് പണിയെടുക്കുന്ന നമുക്കൊരു 3 പേര് മതി. 3 പേര് എന്നാലും വേണം. കിണറിനകത്ത് 2 പേര് വേണം. പിന്നെ കരയ്ക്ക് മേളിൽ ഒരാൾ വേണം. എങ്കിലും 3 പേര്. അപ്പൊ ആ 3 പേരുടെ സ്ഥാനത്ത് ആള് മണ്ണ് പറയുകയാണെങ്കിൽ 8 പേരെങ്കിലും പണിക്കാരുണ്ടെങ്കിലാണ് ഒരു കിണർ കുത്തിന്റെ പണി തീർക്കാൻ പറ്റും. ചില മണ്ണ് വലിച്ചു കയറ്റുന്നത് ഒരു 2 പേര് വേണം വലിച്ചു കയറ്റാനായിട്ട്. പിന്നെ കിണറിന്റെ അകത്ത് 2 പേര് ഇറങ്ങും. 2-3 പേരൊക്കെ വേണം. പിന്നെ അത് കരക്കിലേക്ക് മാറ്റിയിടാനായിട്ട് മണ്ണ് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ആള് വേണം. അപ്പൊ എങ്ങനെ പോയാലും ഒരു 6-7 പേരെങ്കിലും വേണം. ആ സ്ഥാനത്ത് നമുക്ക് 3 പേരുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ 3 പേരുടെ പണിയല്ല നടക്കുന്നത്. മണിക്കൂറിൽ 60 വട്ടം മണ്ണ് മേളിക്കറും അത്രയും. അപ്പൊ അത് നമുക്ക് മൊത്തത്തിൽ കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഒരുപാട് വ്യത്യാസം വരും. ഇത് ഇടുക്കി കമ്പളികണ്ടത്തെ താന്തിക്കൽ എഞ്ചിനീയറിംഗ് വർക്സിലെ ഒരുപാട് കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തൊട്ട് ഓപ്പോസിറ്റുള്ള ഉദയ ഓട്ടോ ഗാരേജിലാണ് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രെയിനിന്റെ പ്രദർശനം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഇത് കൂടുതൽ പ്രയോജനകരമാകട്ടെ. നന്ദി.